പ്രിയപ്പെട്ട മഹാദേവ്, നിനക്ക് എഴുതിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. പറയാൻ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. ഒരു ഒഴുക്കിൽ അതങ്ങനെ പോകുന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂർ എത്തി. പുതിയ ജോലി, നഗരം, മുഖങ്ങൾ, ഭാഷ, എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു ദ്വീപിൽ കൊണ്ടിട്ടാൽ പോലും അവിടെ വേരുറപ്പിച്ച് വളർന്നു വരുമെന്നുള്ളത് ഉറപ്പാണ്. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മനുഷ്യനോളം കഴിയുന്ന മറ്റൊരു ജീവിയില്ല. ആൻറ്റിയും ശാലുവും സാക്ഷിയുമൊക്കെയായി ഞാനിവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴുള്ള മുറി ചെറുതാണെങ്കിലും എനിക്കിഷ്ടമായി. 2 ആഴ്ച വേഗം ഓടിപ്പോകുമെന്ന് തോന്നുന്നു. ജോലിയെക്കുറിച്ച് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ എവിടെ പോയാലും വാചകമടിച്ച് നിൽക്കാൻ കഴിയുമെന്ന ഒറ്റ കാര്യത്തിലാണ് എനിക്ക് എന്നോട് തന്നെ മതിപ്പുള്ളത്. ആൻറ്റി നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നിശബ്ദമാകുന്ന ഓരോ നിമിഷത്തിലും കണ്ണിൽ 1000 സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്നെന്ന പോലെ തോന്നുന്നു. ചിലപ്പോൾ നീ പറയാറുള്ള പോലെ എൻ്റെ ആവശ്യമില്ലാത്ത 1000 തോന്നലുകളിൽ ഒന്നാകാം. ആദ്യ ദിവസത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതൊന്നും ഈ നഗരത്തിൽ കണ്ടെത്താനായില്ല. ഒരു വൈകുന്നേരം മറ്റാരും കടന്നു വരാത്ത ഒരിടത്ത് നിനക്കൊപ്പം ഇരുന്ന് പുലരും വരെ ഈ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും കണ്ടിരിക്കണമെന്നുണ്ട്. നീ എന്നാണ് വരുന്നത്? കാരണങ്ങളൊന്നുമില്ലാതെ ഞാൻ വെറുതെ വെറുക്കുന്ന ഈ നഗരത്തിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ, അതിഥി.